സങ്കീർണമായ സൃഷ്ടിപ്പിന് മുന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സൃഷ്ടിജാലങ്ങൾ നമ്മോട് പറയുന്നൊരു സന്ദേശമുണ്ട്. നിങ്ങൾ വിനയമുള്ളവരാകണം. അല്ലെ, നിങ്ങളുടെ യുക്തിയിലോ പരിമിതമായ ശാസ്ത്രീയ അറിവുകളിലോ അഹങ്കരിക്കരുത്. പലതും നമുക്കറിയാമെങ്കിലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയുന്നതിനേക്കാളും എത്രയോ അധികം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരന്മാരെ, ബുദ്ധി ഉപയോഗിക്കുന്നിടത്ത് വ്യതിയാനം സംഭവിക്കുക എന്നുള്ളതാണ്, ബുദ്ധിയുടെ വിഷയത്തിൽ അതിര് കവിയുക എന്നുള്ളതാണ് ഇസ്ലാമിലെ വ്യതിയാന കക്ഷികളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലെ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. സത്യത്തിൽ നിന്ന് അവരൊക്കെയും അകലാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ബുദ്ധിയുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞു, അത് ഉപയോഗിക്കുന്നിടത്ത് പിഴവ് പറ്റി എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധി എന്ന ഒരൊറ്റ ഒരു മർജിഇൻ്റെ ആ ഒരു അവലംബത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കപ്പെടണം. ഏതൊരു കാര്യത്തിൻ്റെയും സത്യസന്ധത ഉറപ്പുവരുത്താൻ, അത് ശരിയാണോ തെറ്റാണോ എന്ന് വിധി പറയാൻ ബുദ്ധി മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വഹയൊന്നും അതിനാവശ്യമില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഗൈബിയായ കാര്യങ്ങളൊന്നും അംഗീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നമുക്ക്, ഇങ്ങനെയുള്ള പല വാദഗതികൾ ഉന്നയിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിപൂജകർ അവർ എതിരാകുന്നത് അവരുടെ ബുദ്ധിയോട് തന്നെയാണ്. കാരണം അവരുടെ തന്നെ ബുദ്ധി പറയുന്നുണ്ട്, ശരിയായ ഏതൊരു ബുദ്ധിയും പറയുന്നുണ്ട്, എനിക്കൊരു പരിമിതിയുണ്ട്, അതിനപ്പുറത്തുള്ള ഭാരം നിങ്ങൾ എന്നെ കൊണ്ട് വഹിപ്പിക്കരുത് എന്ന് ബുദ്ധി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് കാണുന്ന ഉദാഹരണങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വാദം എത്രത്തോളം അബദ്ധജടിലമാണ് എന്നുള്ളത്. നമ്മൾ നിത്യേന കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ പല പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ വ്യക്തമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വളരെ ബുദ്ധിപരമായൊരു വിശദീകരണം നൽകാൻ, സ്വീകാര്യമായ ബുദ്ധിപരമായൊരു വിശദീകരണം നൽകാൻ സാധിക്കുന്നില്ല ഈ ബുദ്ധി പൂജകർക്ക് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എങ്ങനെയായിരുന്നു പ്രപഞ്ചത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആരംഭം? അതിനെക്കുറിച്ചൊരു നല്ല വിശദീകരണം, ബുദ്ധിപരമായ വിശദീകരണം നൽകാൻ സാധിക്കുന്നില്ല. അതുപോലെ കോൺഷ്യസിനെ കുറിച്ച്, ജനങ്ങളുടെ അവബോധത്തെക്കുറിച്ച്, ഇമോഷൻസിനെ കുറിച്ച്, ഇൻ്റലിജൻസിനെ കുറിച്ച്, മനുഷ്യരുടെ സൗൾ, സ്പിരിറ്റിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ചൊന്നും, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ബുദ്ധിപരമായ ഒരു വിശദീകരണം നൽകാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇനി അവർ തന്ന വിശദീകരണങ്ങൾ തന്നെ വലിയ അബദ്ധങ്ങളും, പല വിശദീകരണം പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങളാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ ബുദ്ധിപൂജകർ പൂജിക്കുന്ന ബുദ്ധി തന്നെ നമ്മളെടുത്താൽ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അനാട്ടമിസ്റ്റുകളും ന്യൂറോളജിസ്റ്റുകളും ഒക്കെ പഠന വിധേയമാക്കുന്ന 1.5 കിലോയിൽ താഴെ മാത്രം ഭാരം വരുന്ന നമ്മുടെ ശരീരത്തിലുള്ള തലച്ചോർ, ആ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം അതിലെ നാഡീ തന്മാത്രകളുടെ പ്രവർത്തന രീതികൾ, അതിലെ ന്യൂറൽ കോഡ്സിനെ കുറിച്ച്, പാറ്റേൺസിനെ കുറിച്ച്, അതിൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചൊന്നും അതുപോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നോക്കൂ, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഇവർ ഏറ്റവും വലിയ സംഭവമായി കാണുന്ന അതിനെക്കുറിച്ച് പോലും സൂക്ഷ്മമായി അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരം അത് കണ്ടെത്താൻ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക്, നമ്മുടെ ഇന്ദ്രിയ ശേഷികൾക്ക് എത്രയോ അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വെറും ബുദ്ധി മാത്രം ഉപയോഗിച്ച് അതിലെ സത്യാസത്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുക? അവിടെയാണ് സങ്കീർണമായ ഈ സൃഷ്ടിപ്പിന് മുന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സൃഷ്ടിജാലങ്ങൾ നമ്മോട് പറയുന്നൊരു സന്ദേശമുണ്ട്. നിങ്ങൾ വിനയമുള്ളവരാകണം. അല്ലെ, നിങ്ങളുടെ യുക്തിയിലോ പരിമിതമായ ശാസ്ത്രീയ അറിവുകളിലോ അഹങ്കരിക്കരുത്. പലതും നമുക്കറിയാമെങ്കിലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയുന്നതിനേക്കാളും എത്രയോ അധികം, അല്ലെങ്കിൽ അതിനേക്കാളും എത്രയോ അധികം കാര്യങ്ങൾ നമുക്കറിയാത്തതാണ്. ഒരു കടലാസിൽ ഒരു
മനുഷ്യൻ ഒരു പേന ഉപയോഗിച്ച് സുന്ദരമായി പലതും വരക്കുന്നുണ്ട് അല്ലെങ്കിൽ എഴുതുന്നുണ്ടെന്ന് കരുതുക. ആ പേപ്പറിലൂടെ ഇങ്ങനെ അരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉറുമ്പ്, ആ ഉറുമ്പിൻ്റെ കാഴ്ചക്ക് ആ പേനയുടെ തല മാത്രമേ, ആ മഷി വരുന്ന ആ ഭാഗം മാത്രമേ ആ ഉറുമ്പ് കാണുന്നുള്ളൂ. എന്നിട്ട് അപ്പോൾ ആ ഉറുമ്പിന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുന്ദരമായ, വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പേനത്തുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു തുമ്പിൽ നിന്ന് മഷി ഇങ്ങനെ വരുന്നു, പേപ്പറിൽ സുന്ദരമായ ചില ചിത്രങ്ങൾ അതിലൂടെ രൂപപ്പെടുന്നു, ചില അക്ഷരങ്ങൾ രൂപപ്പെടുന്നു. ആ തുമ്പിൻ്റെ മുകളിലുള്ള പേനയുടെ അവശേഷിക്കുന്ന ഭാഗമോ, ആ പേന പിടിച്ചിട്ടുള്ള കൈയോ, ആ കൈ ഉപയോഗിച്ചതിനെ വരക്കുന്ന ആ ചിത്രകാരൻ അല്ലെങ്കിൽ ആ എഴുതുന്ന എഴുത്തുകാരനെയോ ഒന്നും ആ ഉറുമ്പിൻ്റെ കാഴ്ച കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ആ ഉറുമ്പ് ആ പേനത്തുമ്പിൻ്റെ സർഗാത്മകത കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ട് ഉറുമ്പ് ആ പേനത്തുമ്പിനിങ്ങനെ പുകഴ്ത്തുകയാണ്. അതിൻ്റെ പിന്നിലുള്ള വലിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഉറുമ്പിന് കഴിയുന്നില്ല. ആ ഉറുമ്പിൻ്റെ കാഴ്ചയുടെ പരിമിതിയാണ് അതിൻ്റെ കാരണം. ആ പേനത്തുമ്പിലെ ബാഹ്യമായ ലക്ഷണങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനപ്പുറത്തുള്ള മഹാസത്യമായ, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ആ എഴുത്തുകാരനെ, ആ ചിത്രകാരനെ കാണാൻ ഉറുമ്പിന് സാധിക്കാത്തതുപോലെ ഈ പ്രപഞ്ചത്തിലെ ചില എക്സ്റ്റേണൽ ഫിനോമിനകൾ, ചില ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ, ഭൗതികമായ ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട്, അതിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിനപ്പുറത്തുള്ള, അതിനെയൊക്കെ സംവിധാനിച്ച സംവിധായകനെ, ആ റബ്ബിൽ നിന്ന് വന്ന സന്ദേശങ്ങളെ, ദിവ്യബോധനത്തെ, വഹീനെ നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന ആ ഉറുമ്പിൻ്റെ പരിപാടിയാണ് ഇവർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ബുദ്ധി നമ്മോട് പറയുന്ന ബുദ്ധിയുടെ പരിമിതിയെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നമുക്ക് വന്ന വിവരം, എല്ലാം അറിയുന്ന അതിയുക്തിമാനായ അലീമും ഹക്കീമുമായ അത്യുന്നതനായ റബ്ബ്, ആ അള്ളാഹു നമുക്ക് അവൻ്റെ ബോധനത്തിലൂടെ, വഹയിലൂടെ ഒരു കാര്യം നമ്മളിലേക്ക് അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചാൽ അവനാണ് നമ്മുടെ ബുദ്ധിയുടെ സൃഷ്ടാവ്, അവനാണ് നമുക്ക് ബുദ്ധി നൽകിയത്. അതുകൊണ്ട് ആ റബ്ബിൻ്റെ വിധിയെ, അവൻ അറിയിച്ചെന്ന കാര്യങ്ങളെ അത് അപ്പടി അംഗീകരിക്കുക, വിശ്വസിക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.